സംസ്ഥാനത്ത് ആശങ്കയായി ജലജന്യ രോഗം ബാധിച്ചുള്ള മരണങ്ങൾ. 6 മാസത്തിനിടെ 39 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് എ, ഷിഗല്ല എന്നിവ ബാധിച്ചായിരുന്നു മരണങ്ങൾ. ഷിഗല്ല ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുകയാണ്. മരണസംഖ്യയാണ് ആശങ്ക. കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായ 39 മരണങ്ങളിൽ 31 ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാണ്. ശരീരവേദനയോട് കൂടിയ പനിയും ക്ഷീണവും. ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്നത്. ഇത് കരളിനെ നേരിട്ട് ബാധിക്കുന്നു. മലിനജലത്തിലൂടെയാണ് വൈറസ് പകരുന്നത്. വൈറസ് ശരീരത്തിലെത്തി രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കൂടുതൽ ദിവസമെടുക്കും. 6 മാസത്തിനിടെ 2.56 ലക്ഷം പേർ വയറിളക്ക രോഗങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. പൊതുവെ ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പിന്നെ ഷിഗല്ലയുടെ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കേസുകൾ ഈ വർഷം റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇപ്പോൾ 6 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങൾ അല്ലാതെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തം വളരെയധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 32,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100ഓളം മരണങ്ങളുണ്ട്. ഈ വർഷവും അതുപോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ടൈഫോയിഡ് ഉണ്ട്. അപ്പം ജലജന്യ രോഗങ്ങൾ കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ജലജന്യ രോഗങ്ങളെ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും ശേഷവും കൈകൾ നന്നായി കഴുകുക. കൈവിരലുകളിലെ നഖങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം. തുറസായ പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല. കുഞ്ഞുങ്ങളുടെ വിസർജ്യങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യുക. വീടിന്റെ പരിസരത്ത് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക. ഈച്ചശല്യം ഒഴിവാക്കുക. കന്നുകാലിത്തൊഴുത്തുകൾ കഴിവതും വീട്ടിൽ നിന്ന് അകലെയായിരിക്കാൻ ശ്രമിക്കുക. പൊതുടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും വൃത്തിയായി അടച്ചു സൂക്ഷിക്കുക. പഴകിയതും മലിനമായതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാം. ഇടയ്ക്കിടെ കിണറുവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാം. രുചിയിലോ മണത്തിലോ വ്യത്യാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുതെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.